സിൽവർ ലൈൻ അടയാളക്കല്ല് സ്ഥാപിക്കുന്നതിനെതിരെ സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ ഇന്നും പ്രതിഷേധം. മലപ്പുറം തവനൂരിൽ സർവേ നടപടികൾ പുരോഗമിക്കുന്ന കാർഷിക എഞ്ചിനീയറിംഗ് ക്യാമ്പസിന് പുറത്താണ് പ്രതിഷേധക്കാർ സംഘടിച്ചിരിക്കുന്നത്. ചോറ്റാനിക്കരയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ സംഘടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധമുണ്ടായ കോഴിക്കോട് ഇന്നും സർവേ നടപടികൾ മാറ്റിവെച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും CV അനുമോദും ഡാനി പോളുമാണ് ചേരുന്നത്. ആദ്യം CV അനുമോദിലേക്ക്. അനുമോദ്, എങ്ങനെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? കിരൺ ബാബു, ഞാനിപ്പോൾ നിൽക്കുന്നത് തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് സർവകലാശാലയുടെ ക്യാമ്പസിന് മുൻപിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ആളുകൾ തന്നെ സംഘടിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രതിഷേധവുമായി പ്രതിരോധവുമായി സംഘടിച്ചു കഴിഞ്ഞിരിക്കുന്നു. സർവേ നടപടികൾ തുടങ്ങിയിരിക്കുന്നത് ക്യാമ്പസിന് ഉള്ളിലാണ്. പക്ഷേ നിലവിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം സർവേ നിർത്തിവച്ചിരിക്കുകയാണ്. അതായത് ഈ കുറ്റി തറയ്ക്കുന്നതിന് വേണ്ട സിഗ്നൽ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നൽ സംവിധാനം കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യമല്ല എന്നതുകൊണ്ട് സർവേ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. നമ്മോടൊപ്പം രോഹിത് ചേരുന്നുണ്ട്. പൊന്നാനിയിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ ഇവിടെ? അല്ല, ഞങ്ങൾ മുന്നേ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു കാരണവശാലും ഒരു വികസന പദ്ധതികൾക്ക് ഞങ്ങൾക്ക് ആരും എതിരല്ല. പക്ഷേ ഒരു വികസനം കൊണ്ടുവരുമ്പോൾ അത് നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. അതിലുമായി ബന്ധപ്പെട്ട് ഇരയാക്കപ്പെടുന്നവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു KRL എന്ന് പറയുന്ന പദ്ധതി കേരളത്തിൻ്റെ നിയമസഭയെ പോലും ബോധ്യപ്പെടുത്തുവാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. അതിന് പോലീസിൻ്റെ സഹായം ഇവർ ഉപയോഗിക്കുകയാണ്. പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ പ്രതിഷേധിക്കുന്ന ആളുകളെ അടിച്ചമർത്താനുള്ള ശ്രമം നടത്തുകയാണ്. അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് ഇത് തീവ്രവാദികളാണ് ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റിനെ സർക്കാർ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കേണ്ടി വരും. ഇപ്പോൾ തവനൂരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭൂമിയിലാണ് ഇവരുടെ സർവേ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം ഞങ്ങളതിനെ ഇപ്പോൾ എതിർക്കുന്നില്ല, ഞങ്ങൾ തടയാൻ നിൽക്കുന്നില്ല. മറിച്ച് അവിടുത്തെ സർവേ നടപടി കഴിഞ്ഞ് സാധാരണക്കാരൻ്റെ ഭൂമിയിലേക്ക് കല്ലിടുവാൻ സർക്കാർ ശ്രമിച്ചാൽ, അതിനെ പോലീസിനെ ഉപയോഗപ്പെടുത്തിയാൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഉയർത്തും, ഞങ്ങൾ പ്രതിരോധിക്കും. ഒരു തരത്തിലും തവനൂരിൻ്റെ സാധാരണക്കാരൻ്റെ ഒരു ഇഞ്ച് ഭൂമിയിൽ കല്ലിടുവാൻ, ഈ സർവേയുമായി ബന്ധപ്പെട്ട കല്ലിടുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. വളരെ കൃത്യമായിട്ടുള്ള സമരം ഞങ്ങൾ ഉയർത്തും. ഞങ്ങൾ അവസാനം വരെയുള്ള എല്ലാ ആളുകളുണ്ട്, രാഷ്ട്രീയത്തിനപ്പുറത്തെ എല്ലാ ജനങ്ങളും ഇവിടെ സംഘടിച്ചിട്ടുണ്ട്. ഞങ്ങൾ എതിരാണ്, ഞങ്ങൾ കല്ലിടാൻ അനുവദിക്കില്ല എന്നതാണ് നിലപാട്. ജില്ലയിൽ ഏറ്റവും അധികം ഇനി സർവേ നടത്താനുള്ളത് ഇനിയുള്ള പ്രദേശങ്ങളിലാണ്. 30 കിലോമീറ്ററിലേറെ ദൂരം സർവേ നടത്താനുണ്ട്. മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിൽ ഒരു കല്ല് മാത്രമാണെങ്കിൽ ഇവിടെ രണ്ടിടങ്ങളിലാണ് കല്ലിടേണ്ടത്. ഏറെ സമയദൈർഘ്യമുള്ളൊരു പ്രോസസ്സാണ്. മാത്രമല്ല തവനൂരിനെ സംബന്ധിച്ച് ജനവാസ കേന്ദ്രങ്ങൾ ഏറ്റവും അധികമുള്ള സ്ഥലം, അതുപോലെ തന്നെ പരിസ്ഥിതി പ്രാധാന്യമുള്ള കോൾപ്പാടങ്ങളിലൂടെ ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്ങനെയാണ് ഈ പ്രതിരോധത്തിന്റെ പ്ലാനുകൾ നിങ്ങൾക്ക്? അല്ല, ഈ കുട്ടനാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൾ കൃഷി നടക്കുന്ന പ്രദേശം കൂടിയാണ് പൊന്നാനി എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്തോടു കൂടിയൊക്കെ ഈ പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം നിങ്ങളെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ കിലോമീറ്ററുകൾ കല്ലിടാൻ പോകുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ ജനകീയമായിട്ടുള്ള സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. UDF, രാഷ്ട്രീയത്തിനപ്പുറത്ത് സമരസമിതിക്കാർ എല്ലാവരുമായി ആലോചിച്ചുകൊണ്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാത്ത രീതിയിൽ സർക്കാരിന് മുമ്പിൽ പ്രതിരോധം തന്നെ സൃഷ്ടിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ പൊന്നാനിയും തവനൂരും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമായി വരാൻ പോകുന്നത് കല്ലിടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നതാണ് കൃത്യമായിട്ട് പറയാനുള്ളത്. തീർച്ചയായും അത്രയും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ സംഘടിക്കുന്നത്. ഇപ്പോൾ സർവേ നടപടികൾ നടക്കുന്നത് ഞാനീ നിൽക്കുന്ന ക്യാമ്പസിന്റെ ഉള്ളിലായിട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അധികം ദൂരം അപ്പുറത്താണ് സർവേ നടപടികൾ പുരോഗമിക്കുന്നത്. ഉള്ളിൽ പോലീസിനെ എല്ലാം തന്നെ സുരക്ഷയ്ക്കായി നിയോഗിച്ചുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2 കല്ലുകൾ നേരത്തെ ഇതുവരെ തിരുനാവായ വരേക്ക് റെയിൽവേ പാളത്തിന് സമാന്തരമായിട്ടായിരുന്നു സർവേ എന്നതുകൊണ്ട് ഒരു കല്ല് മാത്രമായിരുന്നു സ്ഥാപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 2 കല്ലുകൾ, അതായത് 15 മീറ്റർ വീതിയിൽ 2 കല്ലുകളാണ് സ്ഥാപിക്കേണ്ടത്. അതിന് കൂടുതൽ സമയമെടുക്കും. അതുപോലെ തന്നെ നിലവിലെ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം രാവിലെ 4 കല്ലുകൾ മാത്രമാണ് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏറെ സമയദൈർഘ്യം ഇനിയുള്ള നടപടികൾക്ക് വേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മലപ്പുറത്തിൻ്റെ ഒരു സർവേയുടെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ 30 കിലോമീറ്റർ ദൂരമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. അത് ഇതുവരെ സർവേ നടത്തിയതിനേക്കാൾ ജനസാന്ദ്രതയുള്ള, അതുപോലെ റെയിൽവേയുടെ സാന്നിധ്യമില്ലാത്തൊരു സ്ഥലത്തായതുകൊണ്ട് കൂടുതൽ സമയം, സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇനി കല്ലിടേണ്ടതല്ലേ? ഇനിയുള്ള ദിവസങ്ങളിൽ സാഹചര്യം ഒരുക്കുമെന്ന് തന്നെയാണ് പറയാനാകുന്നത്. ശരി, നമുക്ക് ചോറ്റാനിക്കരയിലെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ചോറ്റാനിക്കരയിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമരക്കാർ സംഘടിച്ച് നിൽക്കുകയാണ്. ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, എങ്ങനെയാണ് അവിടെ കല്ലിടൽ അധികൃതർ അവിടെ എത്തിയിട്ടുണ്ടോ, അതോ പ്രതിഷേധക്കാർ അവരെ കാത്ത് ഇപ്പോഴും നിൽക്കുകയാണോ? കിരൺ, ഇന്ന് ഇവിടേക്ക്
സർവേയുടെ തുടർ നടപടികളുമായി അധികൃതർ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ സമയം ഇത്രയായിട്ടും ഇവിടേക്ക് അതിനുള്ളൊരു നടപടികളിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കല്ലുകൾ പിഴുതെറിഞ്ഞ ഇടം ചോറ്റാനിക്കരയിലെ ആ പ്രദേശത്താണ് നമ്മളുള്ളത്. ഇവിടെ നിന്ന് തന്നെ വീണ്ടും ഇത് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ പിഴുതെറിഞ്ഞ കല്ലുകൾ, അതിനിടെയുള്ള കല്ലുകൾ ഇവിടെ തന്നെ വീണ്ടും അത് നാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് അറിയിച്ചതനുസരിച്ച് കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉദ്യോഗസ്ഥരെ പൂർണ്ണമായിട്ട് തന്നെ തടയും, അതിൽ യാതൊരുവിധ ഒരു സംശയവും അക്കാര്യത്തിൽ ഇല്ല എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസിൻ്റെയും വലിയൊരു സന്നാഹവും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തരമൊരു നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് സർവേ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അത് തടസ്സപ്പെടുത്തും എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം ഒരു നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ അതിന് സംരക്ഷണം നൽകും. പ്രത്യേകിച്ച് ഈ സർവേ നടപടികൾ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി, സംരക്ഷണം നൽകുന്നതിന് വേണ്ടി മുന്നോട്ട് സർവേ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അധികാരികളുടെ തീരുമാനമെങ്കിൽ അതിനെ സഹായിക്കാൻ പോലീസ് നമ്മുടെ DCC